ഹലോ ഗൈസ്, എല്ലാവർക്കും സുഗമോ ദേവി ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലുണ്ടല്ലോ, നമ്മുടെ തനുജയെ കാണാൻ വേണ്ടി നമ്മുടെ നന്ദനും നമ്മുടെ ദേവികയും കൂടി വന്നിരിക്കുകയായിരുന്നു അല്ലെ. അപ്പൊ ആദ്യം അവർ വരുമ്പോൾ തനുജ ഉണ്ടാവില്ല. പിന്നെ അവർ ഉള്ളിൽ കയറി വളർത്തച്ഛനും വളർത്തമ്മയും പറഞ്ഞത് പ്രകാരം ഉള്ളിൽ കയറി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയം നമ്മുടെ തനുജ വരികയും പിന്നെ തനുജയെ കാണുമ്പോൾ തന്നെ നമ്മുടെ നന്ദൻ നിയന്ത്രണം വിട്ട് കുറെ ചീത്തയൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ ദേവിക പറയുന്നുണ്ട്, നന്ദൻ അവിടെ ഇരിക്കും, ഞാൻ കാര്യങ്ങൾ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിക കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ തനുജയോട് പറയുന്നുണ്ട്, ഞങ്ങള് ചന്ദ്രോത്തുകാരുടെ അവസ്ഥ നിനക്ക് പറയാലോ, അതുകൊണ്ട് നീ ആ ഒരു സ്വത്ത്, ഞങ്ങൾക്ക് ഒരു സ്ഥലമുണ്ട്, അത് വിൽക്കാൻ വേണ്ടി നീ സമ്മതം മൂളണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തനുജ പറയുന്നുണ്ട്, അന്ന് നീ അച്ഛനെ കണ്ട് ജയിലിൽ നിന്നും ഇറങ്ങുമ്പോൾ ഇങ്ങനൊന്നും ആർന്നില്ലല്ലോ, ചന്ദ്രോത്തുകാരാണ് മലമറിക്കുന്നത് എന്നാർന്നല്ലോ നിന്റെയൊക്കെ ഡയലോഗ്, ഇപ്പൊ എന്ത് പറ്റി എന്റെ കാല് പിടിക്കാന്നൊക്കെ പറഞ്ഞ് കുറെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നന്ദന് ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുവാട്ടോ. നിന്റെ സ്വത്ത് ചന്ദ്രോത്ത് എങ്ങനെ വന്നു, അത് തേവർകാട്ടല്ലേ എന്നിങ്ങനെ പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ നന്ദൻ. അപ്പൊ തന്നെ നമ്മുടെ ദേവിക വിഷയം മാറ്റുന്നുണ്ട്. അത് തനുജ, വേറൊന്നുമില്ല, നീ ഇപ്പോ തേവർകാട്ടല്ലേ എപ്പോഴും ഉള്ളത്, അതുകൊണ്ടാണ് നമ്മുടെ നന്ദൻ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് വിഷയം നൈസായിട്ട് മാറ്റുന്നുണ്ടേ. അതിന് പിന്നാലെ നമ്മുടെ തനുജയും നമ്മുടെ നന്ദനും വീണ്ടും ഒരു വാക്ക് തർക്കത്തിലാവുകയും നന്ദൻ ഇപ്പൊ നമ്മുടെ തനുജയെ തല്ലും എന്നുള്ള ഒരു വക്കിലാകുമ്പോഴത്തേക്കും അവിടെ വേറൊരാൾ വരുന്നുണ്ട്. ആര്? നമ്മുടെ ത്യാഗരാജൻ. അങ്ങനെ ത്യാഗരാജൻ വരുന്ന നമ്മുടെ തനുജയെ ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ചന്ദ്രമതി പറഞ്ഞത് പ്രകാരം നമ്മുടെ ത്യാഗരാജൻ നമ്മുടെ തനുജയെ തേവർക്കാട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് അവിടെ വരുന്നത്. അപ്പൊ അവിടെ വരുമ്പോഴാണ് ഇങ്ങനത്തെ കുറെ രംഗങ്ങളൊക്കെ നമ്മുടെ ത്യാഗരാജൻ കാണുന്നുണ്ട്. അപ്പൊ ത്യാഗരാജന് മനസ്സിലായി തനുജ തനിക്ക് പറ്റിയ ഒരാള് തന്നെയാണെന്ന്. ഇവർക്കെതിരെ ശത്രുത പുലർത്തുന്ന തനുജ എന്തായാലും തങ്ങളുടെ കൂട്ടത്തിൽ നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് നമ്മുടെ ത്യാഗരാജന് മനസ്സിലാകുക കേട്ടോ. ശേഷം അവിടെ വെച്ച് നമ്മുടെ നന്ദനും നമ്മുടെ ത്യാഗരാജനും തമ്മിൽ ഒരു വാക്ക് തർക്കം നടത്തുന്നുണ്ട്. അപ്പൊ നന്ദനാണെങ്കിൽ ഇത്രയും കിട്ടിയതൊന്നും പോരാട്ടോ നമ്മുടെ ത്യാഗരാജന്റെ കയ്യിൽ നിന്നും. ത്യാഗരാജനെ അവിടെ വെച്ച് ഇങ്ങനെ കോളറിനൊക്കെ കുത്തിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ത്യാഗരാജൻ പറയുന്നുണ്ട്, എടാ നിന്റെ കണക്ക് ഞാൻ പിന്നെ തീർത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ത്യാഗരാജൻ ഇങ്ങനെ നന്ദനെ ഭീഷണിപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. അപ്പൊ നന്ദനും അങ്ങനെ വിട്ടുകൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഏറ്റവും ഒടുവില് നമ്മുടെ ദേവികയും നന്ദനും പോകുന്നുണ്ട്. പിന്നീട് നമ്മുടെ തനുജയോട് ത്യാഗരാജൻ പറയുന്നുണ്ട്, നീ എല്ലാ ഡ്രസ്സൊക്കെ എടുത്തുണ്ട് എന്റെ ഒപ്പം ഇപ്പോൾ വരണം, നീ ഇനി മുതൽ തേവർക്കാട്ടാണ്, ഞങ്ങളുടെ ഒപ്പമാണ് താമസിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിന്നെ ഞങ്ങൾ ഇപ്പോ ഈ നിമിഷം മുതൽ ഏറ്റെടുക്കുകയാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ തനുജയും കൂടെ നമ്മുടെ ത്യാഗരാജൻ പോകുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ദേവികയും നന്ദനും വന്ന് നമ്മുടെ പ്രഭാവതിയോട് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പ്രഭാവതി ആകപ്പാടെ ദേഷ്യത്തിലും സങ്കടത്തിലൊക്കെ നിൽക്കുക. അവൾ ഒരു യാതിക്കും ഒരു കാരണവശാലും ജീവിക്കാൻ അനുവദിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകപ്പാടെ അങ്കലാപ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ നന്ദൻ പറയുന്നുണ്ട്, ഇത്ര നാളെല്ലാം സഹിച്ചത് അച്ഛന് വേണ്ടിയാ, ഇനിയിപ്പോ അച്ഛൻ ജയിലല്ലേ, ഇനി ഞാൻ എന്ത് കടുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദനും ഭയങ്കര ദേഷ്യത്തോടുകൂടി പോകുന്ന ഒരു രംഗത്തിൽ തന്നെ കേട്ടോ കൂട്ടുകാർ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ തനുജ തേവർ കാട്ടിയാൽ പിന്നെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകും അല്ലെ. എന്തായാലും ശത്രുക്കൾ ഇങ്ങനെ ഇരട്ടി ശക്തി ആർജിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടുകാരാണെങ്കിൽ ഇങ്ങനെ തകർന്നടിഞ്ഞുകൊണ്ടേ ഇരിക്കുക. അതിനിടയിൽ നമ്മുടെ ഗിരീഷിന്റെ അമ്മ ഒന്ന് വഴുതി വീണു, അടുക്കളയിൽ വഴുതി വീണു എന്ന് പറഞ്ഞ് നമ്മുടെ ഗിരീഷിന് കോള് വരുന്നുണ്ട്. ശേഷം ഗിരീഷും രജനിയും അങ്ങോട്ടേക്ക് ഓടി പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാൻ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.